ഹേ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ ആരെങ്കിലും ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ സെയിൽസ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തെ വീഡിയോ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ടെലിഗ്രാം വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മ്യൂസിക് വെച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. മ്യൂസിക് ആഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫോൺസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. വോയിസ് ഓവർ ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇവിടെ വോയിസ് ചേഞ്ച് ചെയ്യുന്നിടത്ത് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ക്യാപ്കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കൂടുതൽ കിട്ടും. ഞാൻ ക്യാപ്കട്ടിൽ ചെയ്യുന്ന വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോയിൽ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോസിന് നല്ല ക്യാപ്ഷൻ കൊടുക്കാം. ക്യാപ്ഷൻ്റെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ChatGPT വഴി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടുതൽ പേരും കൊടുക്കുന്ന ഒരു ക്യാപ്ഷനാണ് കമൻറ്റ് ലിങ്ക് ഫോർ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇങ്ങനെ കൊടുക്കാം. ക്യാപ്ഷൻ കൊടുത്തതിൻ്റെ താഴത്തോട്ടായിട്ട് ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാം. ഈ ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കുന്ന ഹാഷ്ടാഗ് എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ നെയിം ആയിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾ മീഷോ ഫൈൻസ് അങ്ങനെയൊക്കെ കൊടുക്കാം. അതായത് നിങ്ങൾ ഇടുന്ന വീഡിയോസായിട്ട് ബന്ധമില്ല ഹാഷ്ടാഗ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു കിച്ചൺ ഫൈൻഡ് അല്ലെങ്കിൽ കിച്ചണിൽ ഏതെങ്കിലും പ്രൊഡക്റ്റാണ് സെയിൽസ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് നെയിമേ ഫസ്റ്റ് കൊടുക്കുന്നു. അടുത്ത ഹാഷ്ടാഗിൽ കൊടുക്കേണ്ടത് കിച്ചൺ ഫൈൻസ് അങ്ങനെ കൊടുക്കാം. മൂന്നാമത്തെ ഹാഷ്ടാഗിൽ മീഷോ ഫൈൻസ് കൊടുക്കാം. ഇങ്ങനെ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ റീൽസ് റീച്ച് ആവാൻ അത്രയും ഹെൽപ്പ് ചെയ്യും. പിന്നീട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് മോർ ഓപ്ഷനിൽ പോയിട്ട് അപ്ലോഡ് അറ്റ് ഹൈ ക്വാളിറ്റി എന്നുള്ളത് ഓൺ ചെയ്തിട്ട് എന്നിട്ട് റീൽ നേരെ പോസ്റ്റ് ചെയ്യാം. ഇനിയാണ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ലിങ്ക് പോകേണ്ടത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കണം. എന്നിട്ട് മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ പോസ്റ്റും കാണാൻ വേണ്ടി പറ്റും. അതിൽ ഏത് പോസ്റ്റിലാണോ നിങ്ങൾക്ക് ഓട്ടോമേഷൻ വേണ്ടത് ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം സെലക്ട് ഫ്രം വിഷ് ലിസ്റ്റ്. എന്നിട്ട് നമ്മൾ വിഷ് ലിസ്റ്റിൽ ഇട്ട ഒരു പ്രൊഡക്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡണ്ണ് കൊടുത്ത് കംപ്ലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമേഷൻ സെറ്റായി. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ എഡിറ്റിംഗ് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ മ്യൂസിക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ AI വോയിസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ വോയിസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു തരും.